രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ശ്രീരാമ സീത ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ നാടിന് ലഭിച്ച മഹത്തായ അനുഗ്രഹമാണ് ശ്രീമദ് വാൽമീകി രാമായണം. എത്ര ആയിരം വർഷങ്ങൾ കഴിഞ്ഞു അത് ഈ നാടിന് കൈവന്നിട്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂല. അത്രയേറെ പഴക്കമേറിയതാണ് വാൽമീകി രാമായണം. ഭാരതീയ വേദങ്ങളുടെ മുഴുവൻ പരമമായിരിക്കുന്ന സത്തയെ ഉൾക്കൊള്ളുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യവും. വേദങ്ങളെ മനസ്സിലാക്കുക നമ്മെപ്പോലുള്ള സാധാരണന്മാർക്ക് എളുപ്പമല്ലാത്തതുകൊണ്ട് ഋഷിവര്യന്മാർ മധുരങ്ങളായ കഥകളിലൂടെ വേദങ്ങളുടെ അതിഗഹനമായ തത്വങ്ങളെ നമ്മുടെ മുന്നിൽ ആവിഷ്കരിച്ചു. അങ്ങനെ വേദതത്വങ്ങൾ നമുക്ക് ലഭ്യമായി തീരാൻ, നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കാൻ, അങ്ങനെ ധർമ്മത്തിൻ്റെ പന്ഥാവിലൂടെ എല്ലാവർക്കും മുന്നേറാൻ അവസരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാൽമീകിയും വ്യാസനുമെല്ലാം ഇതിഹാസ പുരാണാദികളെ നമുക്ക് നൽകിയത്. അങ്ങനെ നമുക്ക് കൈവന്ന അത്ഭുതകരമായിരിക്കുന്ന ഇതിഹാസമാണ് വാൽമീകി മഹർഷിയുടെ ശ്രീമദ് വാൽമീകി രാമായണം. അതേപോലെ തന്നെ ഭഗവാൻ വേദവ്യാസൻ നമുക്ക് ശ്രീ മഹാഭാരതം നൽകി, 18 മഹാപുരാണങ്ങൾ നൽകി. അവയുടെ എല്ലാം പ്രയോജനം എന്താണ് എന്ന് അദ്ദേഹം മഹാഭാരതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. എഴുത്തുകാരൻ തന്നെ തൻ്റെ നിർമ്മിതിയുടെ രചനയുടെ പ്രയോജനം എന്ത് എന്ന് വ്യക്തമായി പറയുമ്പോൾ പിന്നെ നമുക്ക് ഈ മഹാഗ്രന്ഥങ്ങളുടെ പ്രയോജനം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടേണ്ട കാര്യവുമില്ല. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത്. ഇതിഹാസ പുരാണങ്ങൾ കൊണ്ട് വേദാർത്ഥത്തെ വിശദീകരിക്കണം. ഇതാണ് മഹാഭാരതം രചിക്കുന്ന അവസരത്തിൽ വിഷ്ണുപുരാണാദികളായ 18 മഹാപുരാണങ്ങൾ രചിക്കുന്ന അവസരത്തിൽ അതിൻ്റെ ലക്ഷ്യമായിട്ട് ഭഗവാൻ വേദവ്യാസൻ കണ്ടത്. അതാണ് അദ്ദേഹം മഹാഭാരതത്തിൻ്റെ തുടക്കത്തിലേ തന്നെ നമ്മോട് പറഞ്ഞു വച്ചത്. വേദങ്ങളുടെ അർത്ഥം നമുക്ക് ഈ പ്രപഞ്ചത്തിലെ വിവിധങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളോടും വ്യക്തിത്വങ്ങളോടും ജീവികളോടും സംഭവങ്ങളോടുമൊക്കെ ബന്ധപ്പെടുത്തി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ
അതിന് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ആശ്രയിക്കണം. അവയിലുള്ള കഥാപാത്രങ്ങളെല്ലാം വേദത്തിൻ്റെ വിവിധ തത്വങ്ങളുടെ മാനുഷാകാരങ്ങളോ മൃഗാകാരങ്ങളോ പക്ഷി വൃക്ഷാദികളുടെ ആകാരങ്ങളോ ഒക്കെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ പദാർത്ഥങ്ങളെയും അവയ്ക്കുള്ളിൽ നമ്മൾക്ക് കാണാം. എല്ലാം ധർമ്മമെന്നുള്ള യഥാർത്ഥമെന്നുള്ള പരമ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നയിക്കുന്നു. അതാണ് അവയുടെ പ്രയോജനം. അങ്ങനെ ആ കഥാപാത്രങ്ങളിൽ കൂടി നാം യഥാർത്ഥത്തിലേക്ക് എത്തുന്നു. ആ കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിൽ കൂടി നമ്മൾ യഥാർത്ഥത്തിലേക്ക് എത്തുന്നു. ആ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഉപദേശങ്ങളിലൂടെയും സ്തോത്രങ്ങളിലൂടെയും നാം യഥാർത്ഥത്തിലേക്ക് എത്തുന്നു. ആ കഥാപാത്രങ്ങളുടെ പ്രവൃത്തികളിലൂടെ നാം യഥാർത്ഥത്തിലേക്ക് എത്തുന്നു. ആ കഥകളിലെ വലുതും ചെറുതുമായ ബഹുവിധ സംഭവങ്ങളിലൂടെയും നാം യഥാർത്ഥത്തിലേക്ക് എത്തുന്നു. ഇതിഹാസ പുരാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ദർശനം ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നു. യഥാർത്ഥത്തെ വ്യാഖ്യാനിക്കും പ്രകാരമാണ് ഇതിഹാസ പുരാണങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് മാത്രമല്ല, ഇതിഹാസ പുരാണങ്ങളെ ആസ്പദമാക്കിയിട്ട് സാഹിത്യരചനകൾ ചെയ്യുമ്പോൾ അവ വേദാർത്ഥങ്ങളെ മനസ്സിലാക്കി അവയെ ഉപബ്രഹ്മണം ചെയ്യുമാറ് വേണം, വിശദീകരിക്കുമാറ് വേണം നിർവഹിക്കേണ്ടത്. അതല്ലാതെ കഥയാകൊണ്ട് പല പ്രകാരത്തിൽ പലർക്കും വ്യാഖ്യാനിക്കാം. ലൗകികങ്ങളായ പല പല ആശയങ്ങളെ ആസ്പദമാക്കി ഏത് കഥയെയും വ്യാഖ്യാനിക്കാം. അതേപോലെ തൻ്റെ തന്നെ സ്വന്തം ജീവിതത്തിലൂടെ താൻ ആവിഷ്കരിച്ചെടുത്ത പുത്തൻ സിദ്ധാന്തങ്ങളെ ആസ്പദമാക്കിയിട്ട് വേദാർത്ഥങ്ങളെ, ഈ ഇതിഹാസ പുരാണ കഥകളെ വ്യാഖ്യാനിക്കാം. തൻ്റേതായ തെറ്റിദ്ധാരണകളെ ആസ്പദമാക്കിയും ഇതിഹാസ പുരാണങ്ങളെ വ്യാഖ്യാനിക്കാം. ചരിത്രത്തെ ആസ്പദമാക്കിയും ഇതിഹാസ പുരാണങ്ങളെ വ്യാഖ്യാനിക്കാം. അങ്ങനെ ധാരാളം ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷുകാർ അവരുടെ സാമ്രാജ്യം ഈ നാട്ടിൽ ഉറപ്പിച്ചതിന് ശേഷം. ഇതിഹാസ പുരാണങ്ങളെയും വേദത്തെയും വേദാർത്ഥത്തെയുമെല്ലാം തെറ്റിദ്ധരിപ്പിക്കുവാൻ പാകത്തിന് പരമാവധി വേണ്ടുന്നതെല്ലാം അവർ ചെയ്തു വച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പൊതുചിന്തയെയും ആ പ്രകാരത്തിൽ നയിക്കാൻ വേണ്ടുന്നതെല്ലാം എല്ലാ മാധ്യമങ്ങളിലൂടെയും അവർ പ്രവർത്തിപ്പിച്ചു. അതൊരു 100-200 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായി നടന്നു. അനേക തലമുറകൾ അവരുടെ ആ പ്രചാരണ വിദ്യയിൽ കുടുങ്ങി അതിലൂടെ നയിക്കപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ഇന്നും നമുക്ക് വേദങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ മനസ്സിലാക്കാൻ ഈ വിദേശികളായിട്ടുള്ള നമ്മുടെ നാടിനെ കീഴ്പ്പെടുത്തി വെച്ച യജമാനന്മാരുടെ ചിന്താപദ്ധതിയെ പിന്തുടരേണ്ടി വരുന്നു. അതിനെ ആസ്പദമാക്കിയാണ് ഇന്ന് അധികം പേരും വേദാർത്ഥങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഇതിഹാസ പുരാണങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഫലം വേദങ്ങളിൽ നിന്ന് തികച്ചും വിപരീതമായ അർത്ഥമണ്ഡലങ്ങളിലേക്ക് എത്തുന്നു. ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് തികച്ചും വിപരീതമായിട്ടുള്ള അർത്ഥമണ്ഡലങ്ങളിലേക്ക് എത്തുന്നു. വേദത്തെ അറിയേണ്ടതും വേദത്തെ വ്യാഖ്യാനിക്കേണ്ടതും കഥാപാത്രങ്ങളെ വിലയിരുത്തേണ്ടതും വേദങ്ങളുടെ ശരിയായ അർത്ഥത്തെ ആസ്പദമാക്കിയാണ്. അത് നമ്മുടെ ഭാരതീയമായ ആചാര്യ പരമ്പര അനേകം വ്യാഖ്യാനങ്ങളിലൂടെ മഹാഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. വേദങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് പരമ്പരയാ സിദ്ധമാണ്. വേദമന്ത്രങ്ങൾ ആരാണോ ദർശിച്ചത് ആ ഋഷിവര്യന്മാർ സ്വന്തം ശിഷ്യന്മാർക്ക് ആ മന്ത്രങ്ങളുടെ അർത്ഥം കൃത്യമായിട്ട് ഉപദേശിച്ചു കൊടുത്തു. അത് പരമ്പരയാ കൈമാറി വന്നു. അതിനെ തുടർന്ന് ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പലതരത്തിലുള്ളതായ കാവ്യ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്ന്
കാവ്യങ്ങളെയും ശാസ്ത്രങ്ങളെയും ഒക്കെ രചിച്ച മനീഷികൾ, ഋഷിമാർ വേദങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതായ അർത്ഥത്തെ ആസ്പദമാക്കിയിട്ടാണ് അവരുടെ മണ്ഡലങ്ങളിലെല്ലാം പ്രവർത്തിച്ചതും ബഹുമുഖങ്ങളായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളും സാഹിത്യഗ്രന്ഥങ്ങളും കാവ്യഗ്രന്ഥങ്ങളും നാടകാദികളുമൊക്കെ നമുക്ക് പകർന്നു തന്നത്. യൂറോപ്യൻ ആധിപത്യം ഇവിടെ ഉറച്ച് അവരുടെ വിദ്യാഭ്യാസക്രമം ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ട് അവരുടെ രീതിയിൽ ലോകത്തെ കാണാനും ചിന്തിക്കാനും ഉള്ളതായ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മെ തള്ളിയിട്ട് അതിനുശേഷം ഒരു കഴിഞ്ഞ 200ഓളം വർഷങ്ങൾക്കിപ്പുറം പാശ്ചാത്യമായ രീതിയിൽ ഇതിനെല്ലാം സംശയദൃഷ്ടിയോടുകൂടി കാണുകയും അവരുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചിട്ട് ഇതിനെല്ലാം തെറ്റായി ധരിക്കുകയും അതിൻ പ്രകാരം സ്വന്തം മണ്ഡലങ്ങളിൽ ഇതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചുമൊക്കെ കാവ്യങ്ങളും നാടകങ്ങളും ചെറുകഥ, നോവൽ മുതലായവയും ഒക്കെ രചിക്കുന്ന സമ്പ്രദായം ഇവിടെ തുടങ്ങുകയും ചെയ്തു. അത് കൂടുതൽ വൈദേശിക ചിന്താപദ്ധതിയെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഒരു ഉപകരണമായി തീർന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. അക്കാദമിക മേഖലകളെല്ലാം അത്തരം ചിന്താപദ്ധതികൾ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നു. ആരെങ്കിലും അതിലെ കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ ഉടൻ എല്ലാവരും കൂടി കൂട്ടായിട്ട് ആക്ഷേപിക്കുകയും അതേപോലെ തന്നെ ആക്രമിക്കുകയും ബൗദ്ധികമായി ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഈ നാട്ടിൽ ഉടലെടുത്തും കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. വേദങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് ഋഷിപരമ്പരയിൽപ്പെട്ട ഋഷിമാരാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത്, പരിചയപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ ആ ഋഷി പരമ്പരയിൽപ്പെട്ടവരാണ്. അവർ അതിനെല്ലാം വേണ്ടുന്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവയെല്ലാം നമുക്ക് ലഭ്യവുമാണ്. നാം ഈ പടിഞ്ഞാറൻ ഗ്രന്ഥങ്ങളെ അവലംബിക്കാതെ ഇതിനെ ആസ്പദമാക്കിയിട്ട് പടിഞ്ഞാറുള്ളവർ എഴുതി വച്ചിരിക്കുന്നതായ ലേഖനങ്ങളെയും പുസ്തകങ്ങളെയുമെല്ലാം അന്ധമായി പിന്തുടരാതെ ഭാരതത്തിലെ ഋഷിവര്യന്മാർ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ട് നമുക്ക് പകർന്നു തന്നതായ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ സന്യാസി പരമ്പര, നമ്മുടെ ഋഷി പരമ്പര നേരിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നും ആ സമ്പ്രദായം ഇല്ലാതായി കഴിഞ്ഞിട്ടില്ല. ധാരാളമായിട്ട് ആ സമ്പ്രദായം പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെമ്പാടുമുണ്ട്. അവരുടെ മുന്നിലിരുന്ന് പഠിച്ചും ഈ ഗ്രന്ഥങ്ങളെ സൂക്ഷ്മമായി അപഗ്രഥിച്ച് മനസ്സിലാക്കിയും നാം വേദങ്ങളെയും ഇതിഹാസങ്ങളെയും അവയുടെ സന്ദേശത്തെയും അറിയണം. അപ്പോഴാണ് ഈ ലോകത്തിൻ്റെ മുന്നിൽ മഹാത്ഭുതങ്ങളായി നിലനിൽക്കുന്ന കൃതികളാണ് രാമായണവും മഹാഭാരതവും. അവയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നപ്പോഴാണ്. രാമായണ മഹാഭാരതാദികളുടെ നേരെ കണ്ണടച്ചിട്ട് അത് വായിക്കാൻ ശ്രമിക്കാതെ, പഠിക്കാൻ ശ്രമിക്കാതെ, അപഗ്രഥിക്കാൻ ശ്രമിക്കാതെ നടക്കുന്ന വലിയൊരു ഭാഗം ആളുകളുണ്ട്. കാരണം അവരെല്ലാം പടിഞ്ഞാറൻ ചിന്താഗതികളാൽ ആകൃഷ്ടരായിപ്പോയി. അവരുടെ എല്ലാം ശ്രദ്ധ ഇതിലേക്ക് വരണം. അപ്പോഴാണ് അതിനെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നതെല്ലാം അബദ്ധമാണ് എന്നും ഈ മഹാഗ്രന്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിന് ദർശിക്കാനാവുന്ന ഏറ്റവും വലിയ ഉദാത്തമായ ആശയങ്ങളെ നമുക്ക് കഥാരൂപത്തിൽ പകർന്നു തരുന്നവയാണ് എന്നും നമുക്ക് വ്യക്തമായി തീരുക. നമ്മളുടെ ഈ മാസത്തെ പഠനം രാമായണത്തെ ആസ്പദമാക്കിയാണ്. രാമായണത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഋഷിമാർ പല പ്രകാരത്തിൽ
അതിൻ്റെ മഹിമാവിശേഷം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നിലേക്കിപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദം പ്രാചേതസാദാസീത് സാക്ഷാത് രാമായണാത്മന. ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളുടെയെല്ലാം അത്യന്തം കാച്ചി കുറുക്കിയുള്ള ആവിഷ്കൃതിയാണ് ഈ ശ്ലോകം.